അതൊരു ജീവൻ രക്ഷാ ഓട്ടമായിരുന്നു. പരിക്കേറ്റ 70-കാരിയെ താങ്ങിയെടുത്ത് സീറ്റിലിരുത്തിയതും ബസ് പുറപ്പെട്ടു. ഹെഡ്ലൈറ്റുകൾ തിളങ്ങി. ഇടവേളകളിൽ ഹോൺ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. 8 കിലോമീറ്റർ ദൂരം കടന്നത് മിന്നൽ വേഗത്തിലായിരുന്നു. ജനറൽ ആശുപത്രി പരിസരത്താണ് വാഹനം നിന്നത്. പടശ്ശേരിക്കര വാഴയിൽ വീട്ടിൽ ലീലയെ താങ്ങിയെടുത്ത് ജീവനക്കാർ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പാഞ്ഞു. വയ്യാറ്റുപുഴ വീക്കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഗ്ലോബലാണ് ആംബുലൻസായി മാറിയത്. ബസ് ഡ്രൈവർ റജീബ്, കണ്ടക്ടർ ഷൈൻ, ഒപ്പം തന്നെ ജീവനക്കാരൻ ലിനു, ഇവരുടെ 3 പേരുടെ ഇടപെടലാണ് നിർണായകമായത്. ഞങ്ങൾ വയ്യാറ്റുപുഴ നിന്ന് 11:30 ട്രിപ്പ് വരുമായിരുന്നു. സമയം 5 മണിയായി കാണും. പുല്ലാമല വെച്ച് ബ്ലോക്ക് കണ്ടു. ഒരു ജീപ്പ് അത് കിടപ്പുണ്ട്, റോഡിൻ്റെ പോസ്റ്റ് ഒടിഞ്ഞും കിടപ്പുണ്ട്. അപ്പോൾ ഒന്നും നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല. ബ്ലോക്ക് കണ്ടു, ജസ്റ്റ് ചവിട്ടി ബസ് മുമ്പോട്ട് എടുത്ത് നോക്കിയപ്പോൾ പോസ്റ്റിനടിയിൽ അമ്മ കിടക്കുക, ചോരയൊക്കെ കുളിച്ച്. മണ്ണാർക്കുളഞ്ഞി ഭാഗത്തു നിന്നും വന്ന ജീപ്പിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. വാഹനം ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. പോസ്റ്റ് വഴിയാത്രക്കാരുടെ മേൽ പതിക്കുകയായിരുന്നു. ലീലയുടെ കാലുകൾ പോസ്റ്റിനടിയിൽ ഞെരുങ്ങിയ നിലയിലും. നമ്മുടെ വണ്ടിയിൽ വന്ന യാത്രക്കാരെല്ലാം പൂർണ്ണ സപ്പോർട്ടായിരുന്നു. ആരും ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ആരും ഇറങ്ങിയുമില്ല. എല്ലാവരും നമ്മൾ 12:30 വന്നാണ് ഇറങ്ങിയത്. പിന്നെ അവർ തിരിച്ചു പോകേണ്ട രീതിയായിരുന്നു. ഓട്ടോറിക്ഷകളടക്കം പരിക്കേറ്റ ആളുമായി ഓട്ടം പോകാൻ തയ്യാറാകാതിരുന്നതോടെയാണ് ബസ് ആശുപത്രി ലക്ഷ്യമാക്കി പാഞ്ഞത്. ഞാൻ പറഞ്ഞു, എന്ത് ലാഭനഷ്ടം നോക്കണ്ട, ഉടനെ തന്നെ അമ്മച്ചിയെ ഹോസ്പിറ്റലിലാക്കാൻ പറഞ്ഞു. അതിൻ്റെ അതേ നമുക്ക് കൂടി വന്ന ട്രിപ്പ് നഷ്ടമാകുമായിരിക്കും. നമ്മളതല്ല, ഒരു ജീവനാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ആ രീതിയിലാണ് അതിനെ നോക്കിക്കണ്ടത്. ഞാൻ ലീല കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ, പരിക്കേറ്റവരൊക്കെ സ്വന്തം വാഹനത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന കാഴ്ചകൾ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു സ്വകാര്യ ബസ്സാണ്. ആ ബസ്സിലുള്ള എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം. പല ആവശ്യങ്ങൾക്കായി പല ഇടങ്ങളിലേക്ക് പോകുന്നവരുണ്ടാകും. പക്ഷെ എല്ലാവരും ഒരുപോലെ ചിന്തിച്ചു. അതൊരു ജീവനാണ്, ആ ജീവൻ രക്ഷിക്കണമെന്ന് എല്ലാവരുടെ മനസ്സിലും ഒരുപോലെ തോന്നി. അതിലുപരിയായി ആ ബസ് ജീവനക്കാരുടെ കാര്യം കൂടി എടുത്തു പറയണം. അവർ കൂടി മനസ്സ് വെക്കണം, ആശുപത്രിയിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു കാര്യത്തിന്. അങ്ങനെ ഒരു മരണപ്പാച്ചിൽ പാഞ്ഞ് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു, ആ ജീവൻ രക്ഷിച്ചു. ആ ബസ് ജീവനക്കാരുടേതുപോലെ തന്നെ ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരുടേതും നല്ല മനസ്സാണ്. അപകടങ്ങളിൽ പരിക്കേറ്റ് റോഡിൽ കിടന്ന ആളുകൾ യഥാസമയം ചികിത്സ ലഭിക്കാതെ മരിച്ചുപോയ നിരവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ഓർമ്മയിലേക്ക് വരുമ്പോഴാണ് സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ ചെയ്ത ഈ പ്രവർത്തനത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടി വരുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 5:30 ഈ അപകടവും രക്ഷാപ്രവർത്തനവും ഉണ്ടാകുന്നത്. സംഭവ സ്ഥലത്ത് നിന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ഏറെക്കുറെ 8 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ യാത്രയിൽ ഉടനീളം 8ഓളം അംഗീകൃത ബസ് സ്റ്റോപ്പുകളുണ്ട്. എന്നാൽ യാത്രക്കാരിൽ ആരും അവർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങണം എന്നുള്ള നിർബന്ധ ബുദ്ധി കാണിച്ചില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ജീവനക്കാരുടെ അതേ മനസ്സോടുകൂടി മുഴുവൻ യാത്രക്കാരും അവർക്കൊപ്പം നിന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ യാത്രയിൽ വാഹനം അമിത വേഗത്തിൽ ലൈറ്റ് ഇട്ട് വരുന്ന സമയത്ത് ഇതൊരു ആശുപത്രി യാത്രയാണ് എന്നറിയാത്തതുകൊണ്ട് തന്നെ ഇതര വാഹനങ്ങൾ സൈഡ് കൊടുക്കാൻ തയ്യാറായില്ല. മത്സര ഓട്ടത്തിൻ്റെ ഭാഗമായ ഒരു യാത്രയായി മാത്രമാണ് ഇതിനെ കാണുകയും ചെയ്തത്. പക്ഷേ എന്തായാലും ലക്ഷ്യസ്ഥാനത്തേക്ക് അവർക്ക് ഉദ്ദേശിച്ച സമയത്ത് തന്നെ എത്തിച്ചേരാൻ കഴിഞ്ഞു. മാത്രവുമല്ല, ഓട്ടം പൂർത്തിയാക്കിയ ശേഷം ജീവനക്കാരും ഉടമയും കൂടി രാത്രി 10 മണിയോടുകൂടി ആശുപത്രിയിലെത്തി ലീലയെ സന്ദർശിച്ചിരുന്നു. ആ സമയം അവർക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ വേണ്ടി അവരെ കോട്ടയത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു.